അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ചരിത്രമാണ് ഈ ക്ഷേത്രം തുറന്നത് എന്നാണ് ഒരല്പം മുൻപ് യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചത്. അതായത് ഇപ്പോൾ തുറന്നിരിക്കുന്ന ക്ഷേത്രം 46 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ഈ ക്ഷേത്രം ചരിത്രമാണ്. പക്ഷേ 14-ാം നൂറ്റാണ്ടിലുള്ള ഷാഹി ജുമാ മസ്ജിദ് അത് ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് കൂടിയാണല്ലോ അവിടെ ആ തരത്തിലുള്ള ഒരു സർവേയിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റൊരു അയോധ്യ ആണോ സംഭാൽ കാണുന്നത് BJP? അല്ല, സംഭാലിൽ നടന്നിട്ടുള്ളത് 1991 നിയമം അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ 4-ാം വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ നിയമം മൂലം നിരോധിച്ച കാര്യം, അതായത് ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റാൻ പാടില്ല. അത് 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ അങ്ങനെ തുടരണം. അത് ഒരു മതവിഭാഗത്തിൽ നിന്നും മറ്റൊരു മതവിഭാഗത്തിൻ്റെതായിട്ടോ അതിന് ഒരു മതവിഭാഗത്തിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിന്റെ ഒരു സെക്ഷൻ്റെത് വേറൊരു സെക്ഷൻ്റെതോ ആക്കാൻ പാടില്ല. 1947 ഓഗസ്റ്റ് 15 ശേഷം അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്ത കേസൊക്കെ ഇതോടുകൂടി അവസാനിച്ചു. എന്നാൽ രാമജന്മഭൂമിക്കു തർക്കത്തിന് ഇത് ബാധകവുമല്ല എന്ന് പറഞ്ഞതിന് ശേഷം 4-ാമത്തെ വകുപ്പിൽ പറയുന്നു, ഈ പുരാവസ്തുവിന്റെ കൈവശമുള്ള മോണുമെന്റ്സിന് ഈ നിയമം ബാധകമല്ല. അതാണ് സംഭാലിന് കേസ് കൊടുക്കാനുണ്ടായ കാരണം. 920 മുതൽ സംഭാലിലെ പള്ളി, അത് പള്ളി തന്നെയാണ് നിലവിൽ, അത് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണ്. അപ്പൊ ആ വസ്തുവിന് ഈ നിയമം ബാധകമല്ല എന്ന് ഈ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് സർവേ മറ്റു സ്ഥലങ്ങളിൽ നടന്നത് അതുകൂടി പരാമർശിക്കാം. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. വാരാണസിയിലും മധുരയിലും ഒക്കെ സർവേ ആവശ്യപ്പെട്ടപ്പോൾ നിലവിലുള്ള 91 നിയമപ്രകാരം ഇത് എങ്ങനെ സാധിക്കുമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ജസ്റ്റിസ് YB ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞത്, ഈ നിയമം ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റുന്നതിനെ തടസ്സപ്പെടുത്തുന്നുള്ളൂ, പക്ഷേ സ്വഭാവം കണ്ടെത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്നില്ല. അപ്പോൾ ക്യാരക്ടർ അസർട്ടൻ ചെയ്യാൻ ഇതൊരു തടസ്സമല്ല, ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനേ, കൺവേർട്ട് ചെയ്യാനേ ഇത് തടസ്സമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാരാണസിയിൽ സർവേ സുപ്രീം കോടതി അനുവദിച്ചത്, മധുരയിൽ സർവേ സുപ്രീം കോടതി അനുവദിച്ചത്. ഇവിടെ സംഭാലിൽ ഇതൊരു മോണുമെന്റ് കൂടിയാണ്. അപ്പൊ നിയമം കൃത്യമായി ഇത് ബാധകമല്ല എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ ഒരു കേസ് ഒരു കൂട്ടർ കൊടുത്തു. സർക്കാരിനോ ഭാരതീയ ജനതാ പാർട്ടിക്കോ സംഘപരിവാറിനോ അതിൽ യാതൊരു ബന്ധവുമില്ല, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുമല്ല. അവർ കേസ് കൊടുത്തപ്പോൾ സർവേ ഉത്തരവിട്ടപ്പോൾ സർവേ ചെയ്യാൻ അഭിഭാഷക കമ്മീഷണർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാര്, പോലീസ് എല്ലാവരും വന്നു സർവേ ചെയ്തു. പക്ഷെ 2-ാമത്തെ ദിവസത്തെ സർവേന്റെ ഇടയിൽ അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ പ്രശ്നമുണ്ടായി. ഉദ്യോഗസ്ഥന്മാരെ തടയാനും ആക്രമിക്കാനും നാട്ടുകാർ വന്നു. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു, ലാത്തി ചാർജ് നടത്തി. പോലീസ് വെടിവെച്ചിട്ടില്ല. പക്ഷേ 4 പേർ വെടിവെപ്പിൽ മരിച്ചു. അവരെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയത് നാടൻ തോക്കുകളിൽ നിന്നുള്ള ഉണ്ട കൊണ്ടിട്ടാണ് അവർ മരിച്ചത് എന്നാണ്. അങ്ങനെ അത് പത്രസമ്മേളനം നടത്തി പോലീസ് കമ്മീഷണർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിന്റെ അന്വേഷണവും ഫോറൻസിക് പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ വിഷയം ഉണ്ടായതിനു ശേഷം സംഭാലിൽ പോലീസ് സംവിധാനവും ജില്ലാ ഭരണകൂടവും വ്യാപകമായ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഒരുപാട് അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണുന്നത്. ഭൂമി, അതായത് ഗവൺമെന്റ് ഭൂമി കയ്യേറിയും റോഡ് കയ്യേറിയും ഫുട്പാത്ത് കയ്യേറിയും ഒക്കെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഓരോന്നായി അവർ പൊളിച്ചു നീക്കി. ആ സമയത്ത് 978 അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിരുന്നു. ആ വർഗീയ കലാപം ഉണ്ടായപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾ ആ സ്ഥലത്ത് നിന്നും അവര് വസ്തുവകകൾ വിറ്റിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയ സ്ഥലത്ത് ഒരു പഴയ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ആരൊക്കെയോ അതിന്റെ മുകളിൽ ചില അനധികൃത നിർമ്മാണമൊക്കെ നടത്തി അതിന്റെ മുൻഭാഗമൊക്കെ അടച്ചിരുന്നു. അതൊക്കെ പൊളിച്ചു നീക്കിയപ്പോൾ, അനധികൃത നിർമ്മാണങ്ങളൊക്കെ പൊളിച്ചു നീക്കിയപ്പോൾ ഈ ക്ഷേത്രം മുന്നിലേക്ക് വന്നു. അതാണ് ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ഒരു ഫൈന് വിളിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ട് വാങ്ക് വിളിച്ചതിനല്ല ഫൈന് വിളിച്ചിരിക്കുന്നത്.
144 പാസ്സാക്കിയിരുന്നു. അവിടെ ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം 144 പാസ്സാക്കിയപ്പോൾ ലൗഡ് സ്പീക്കറുകൾ ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ചില കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ 2 ലക്ഷം ഫൈന് വിളിച്ചു എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യം, പോലീസിന് ഫൈന് വിളിക്കാനൊന്നും അധികാരമില്ല. പോലീസിന് ചാർജ് ചെയ്യാനേ അധികാരമുള്ളൂ. ഫൈന് വിളിക്കാനുള്ള അധികാരം കോടതിക്കാണ്. അപ്പോൾ ഈ നിരോധനാജ്ഞ ലംഘിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന് കോടതിയിലെത്തിയാലാണ് അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്താണ് അതിൽ നടപടി വേണ്ടത്. അപ്പൊ ഇത് 991 നിയമത്തിലെ 2 ലൂപ്പ് ഹോളുകൾ. ഒന്ന്, ആ നിയമം തന്നെ പ്രത്യക്ഷത്തിൽ ഈ നിയമം പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞതുകൊണ്ടും, മറ്റൊന്ന് YB ചന്ദ്രചൂഡ് തന്നെ ഈ സ്വഭാവം മാറ്റുന്നതിനെ ഈ നിയമം എതിർക്കുന്നുള്ളൂ, സ്വഭാവം കണ്ടെത്തുന്നതിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഹർജികളൊക്കെ ഇപ്പൊ കോടതിയിലെത്തിയിരിക്കുന്നത്. അപ്പോ അതൊരു നിയമപ്രശ്നമാണ്. ഇപ്പൊ ആ നിയമം തന്നെ ചോദ്യം ചെയ്ത് ആരൊക്കെയോ കോടതിയിൽ പോയപ്പോൾ കോടതി തൽക്കാലം പറഞ്ഞത് ഈ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ തീരുമാനിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ഒരു ഹർജികളിൽ ഒരു നടപടി എടുക്കണം. ശരി, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, കോടതിയിൽ ഒരു ഹർജി വരുന്നു, ആ ഹർജി അനുസരിച്ചുള്ള കാര്യങ്ങൾ കോടതി ആവശ്യപ്പെടുന്നു, അത് നടപ്പാക്കുന്നു. ഇതിൽ യാതൊരു ബന്ധവുമില്ല സർക്കാരിന്, യു പി സർക്കാരിന്, BJPക്ക്, വിശ്വ ഹിന്ദു പരിഷത്തിന്, സംഘപരിവാറിന് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നിടത്ത് ഹരിശങ്കർ ജെയിൻ, അഭിഭാഷകനായിട്ടുള്ള ഹരിശങ്കർ ജെയിൻ ഈ ഹർജി കൊടുക്കുമ്പോൾ സർക്കാർ വക്കീല് ഒരു വാക്കുകൊണ്ട് പോലും ഈ ഹർജിയെ എതിർത്തതേയില്ല. ഒരു വശത്ത് ഹരിശങ്കർ ജെയിൻ സംഭാൽ വിഷയങ്ങളടക്കമുള്ളതിൽ, കാശി വിഷയങ്ങളിൽ, ഡൽഹിയിൽ കുത്തബ് മിനാർ ഹർജി, ആഗ്രയിൽ താജ്മഹൽ അടക്കമുള്ള എല്ലാ ഹർജിയും കൊടുത്തിട്ടുള്ള അഭിഭാഷകൻ, ബാബറി മസ്ജിദ് കേസിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള അഭിഭാഷകൻ. ഇതിനെല്ലാം പുറമെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിൽ നൽകിയ അഭിമുഖത്തിലൊക്കെ പറയാണ്, തനിക്ക് ഇങ്ങനെ ഈ സംഭാൽ പള്ളിയെ കുറിച്ചുള്ള വിവരം, ഇത് ഒരു പഴയ ക്ഷേത്രമായിരുന്നു എന്നുള്ള ഇത് വിവരം നൽകിയത് ഋഷിരാജ് ഗിരിയാണ് എന്ന് പറയുന്നു. ഋഷിരാജ് ഗിരി ഇന്റർനാഷണൽ ഹരിഹർ സേനയുടെ സ്ഥാപകനായിട്ടുള്ള ഋഷിരാജ് ഗിരി, അദ്ദേഹത്തിന് ഹിന്ദു സംഘടനകളുമായും VHPയുമായിട്ടുള്ള ബന്ധമൊക്കെ അല്ലാതെ തന്നെ പുറത്തു വരുന്ന കാര്യങ്ങളുമാണ്. സംഘപരിവാർ സംഘടനകളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളല്ല ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. മിണ്ടാതെ നിന്ന് ഈ ഹർജി അനുവദിച്ചു കൊടുക്കുകയായിരുന്നു അലഹബാദ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ. അതല്ലാതെ പൊടുന്നനെ വന്ന ഒരു ഹർജിയല്ല ഈ സംഭവിച്ചത്. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ പൊളിച്ച് പള്ളിയാക്കിയതെല്ലാം തിരിച്ചതാക്കുക എന്നുള്ളത് തന്റെ ജീവിത ലക്ഷ്യമാണ് എന്ന് ഉറക്കെ എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരാളാണ് ഹർജി കൊടുത്തത്. ഇതറിയാത്ത ഒരു സർക്കാരാണോ അവിടെ ഇരിക്കുന്നത്? ആകില്ലല്ലോ. ഒരാളെ കോടതിയിൽ പോകുന്നതിൽ നിന്നും ഗവൺമെന്റിന് തടയാൻ പറ്റുമോ? അദ്ദേഹം സംബലിലെ ജില്ലാ കോടതിയിലാണ് ഹർജി കൊടുത്തത്. വാരാണസി ജില്ലാ കോടതിയിലാണ് വാരാണസി ഹർജി കൊടുത്തത്. മധുരയിലെ ഹർജി അങ്ങോരാണോ കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് മധുര ജില്ലാ കോടതിയിലാണ്. ഈ രാജ്യത്ത് നിയമാനുസൃതം ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ ഗവൺമെന്റിന് അവിടെ പോയി തടയാനൊന്നും പറ്റില്ല. ഗവൺമെന്റിന് സാധ്യമല്ലാത്ത കാര്യമാണ്. കോടതികളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ സത്യത്തിൽ വാരാണസി ഹർജി സുപ്രീം കോടതി സർവേ തടയുമെന്നാണ് ഒരു അഭിഭാഷകൻ നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സുപ്രീം കോടതി തടഞ്ഞില്ല എന്ന് മാത്രമല്ല, ജസ്റ്റിസ് YB ചന്ദ്രചൂഡ് പറഞ്ഞു, ഈ ഹർജിയിലെ പ്രയർ, അതായത് ഈ ഹർജിയിലെ ആവശ്യം വാരാണസിയിലെ പള്ളിയെ ക്ഷേത്രമാക്കാനല്ല, മറിച്ച് അത് നേരത്തെ എന്തായിരുന്നു, അതിനുള്ളിൽ ക്ഷേത്രമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഈ നിയമപ്രകാരം തടയാൻ പറ്റില്ല എന്നാണ്. പിന്നെ ഈ ഹർജിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോണുമെന്റ് ആണ്. മോണുമെന്റിനെ ഈ നിയമം എടുത്തു പറഞ്ഞിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് നിയമത്തിൽ നിന്നും. അപ്പോൾ ഗവൺമെന്റിന് ഈ സർക്കാരിനെതിരെ കേസ് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് കേസ് കൊടുക്കുന്ന ആൾക്കാരെ തടയാൻ പറ്റുമോ? ഇപ്പൊ കേരളത്തിൽ സജി ചെറിയാനെതിരെ അന്വേഷണം നടത്തിയിട്ട് ഭരണഘടന എന്താ കുന്തോ കുറച്ചൊക്കറാന്നൊക്കെ പറഞ്ഞ കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താണ് ഒരു വക്കീൽ ചെയ്തത്? ഹൈക്കോടതി പോയിട്ട് ആ ഫൈനൽ റിപ്പോർട്ട് റദ്ദാക്കണം എന്ന് പറഞ്ഞു. കോടതി റദ്ദാക്കിയിരിക്കുക ഫൈനൽ റിപ്പോർട്ട്. എന്നിട്ട് ക്രൈംബ്രാഞ്ചിലെ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് രണ്ടാമത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ഗവൺമെന്റിനെതിരെ ഹർജി വരും. ഗവൺമെന്റിന് തടയാനൊന്നും പറ്റില്ല. അത് നിയമപ്രകാരം കോടതികൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അത് കോടതിയിൽ നിന്ന് മാത്രമേ അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒരു കേസുമായിട്ട് എവിടെയും പോയിട്ടുമില്ല. അല്ല, അത് തടയാൻ പറ്റില്ല. പക്ഷേ വളരെ പെട്ടെന്ന് സർക്കാർ വക്കീൽ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല, നിശബ്ദനായിരിക്കുന്നു എന്നുള്ളതൊന്ന്. സർക്കാരിന്റെ ജോലി ഇതല്ല, ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. ദിസ് ഈസ് എ സിവിൽ ഡിസ്പ്യൂട്ട്.
ഈ ഹർജി ഇത് കൊടുത്ത ആളുകളുടെ ആൾക്കാർക്കും ധാരണ ഈ ഇത് ഹർജി ക്രിമിനൽ കേസല്ല, കൊടുത്തവർക്കും ഇത് റിട്ട് സംഘപരിവാറുമായിട്ട് പെറ്റീഷൻ ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരാളാണെന്ന് കൂടി താങ്കൾ സമർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വലിയ പ്രമാദമായ അയോധ്യ കേസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എ സിവിൽ ഡിസ്പ്യൂട്ട്. ഒരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. സിവിൽ സ്വഭാവമുള്ള ഹർജിയിൽ ഗവൺമെന്റിന് എന്ത് റോള്? ഓക്കെ, ശരി. ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഹർജിയിലാണ് സർക്കാരിനെ പോലീസിനെ പാർട്ടിയാക്കുക. ഒരു സിവിൽ സ്വഭാവം ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് അവരൊന്നും ആവശ്യപ്പെടുന്നില്ല. കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചിട്ട് സർവേ നടത്താനാണ് പറയുന്നത്. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ഒറ്റയ്ക്ക് പോയാൽ അവിടെ കലാപം ഉണ്ടാവും. അപ്പൊ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് കോടതി ആവശ്യപ്പെട്ടാൽ പെട്ടെന്നാണെന്നുള്ളതാണ്. ശരിയാണ്. കോടതിയെ ചോദിക്കണം. കോടതിയെ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും പറയാനും കഴിയുകയില്ല. ഓഫീസിൽ പോയിട്ടാ ഞാൻ തിരികെ എത്താം ശ്രീ പത്മനാഭൻ.